യഥാർത്ഥത്തിൽ സ്പീക്കർ പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട എല്ലാ സമയത്തും മൈക്ക് കൊടുത്തു. അസാധാരണമാണ് ഒരു കാര്യം പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, മുഖ്യമന്ത്രി പറഞ്ഞു, അവിടെ തീരും. അങ്ങനെയാണ് സാധാരണ. അത് കഴിഞ്ഞ് വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു, അപ്പോഴും മൈക്ക് അനുവദിച്ചു. അപ്പം ഞങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, ഇത് ഡിബേറ്റ് അല്ലല്ലോ, ഡിബേറ്റ് വരാനിരിക്കല്ലേ. വീണ്ടും അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു, വീണ്ടും പ്രതിപക്ഷ നേതാവ് എണീറ്റു. ഏത് സമയത്താണ് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കാതിരുന്നത്? അസാധാരണമായ നിലയിൽ ഇന്ന് പ്രതിപക്ഷ നേതാവിന് അവസരം കൊടുത്തു. പിന്നെ ഈ ചോദിക്കുക വഴി പ്രതിപക്ഷ നേതാവിൻ്റെ ആധികാരികത, ഏത് പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്ത് സാധാരണ എന്താ സഭയിലെ കീഴ്വഴക്കം? പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുക്കുമ്പോൾ ആരും വെല്ലിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾ കുറേ കാലമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവരല്ലേ? സ്വന്തം നേതാവ് സംസാരിക്കുമ്പോൾ വെല്ലിൽ നിന്ന് ബഹളം വയ്ക്കുന്നത് ആ പ്രതിപക്ഷ നേതാവിനോടുള്ള അനാദരവല്ലേ കുഴൽനാടൻ കാണിച്ചത്? അപ്പോൾ കുഴൽനാടനോട് ആ ചോദിച്ചതിൽ എന്താ തെറ്റുള്ളത്? യഥാർത്ഥത്തിൽ അത് പ്രതിപക്ഷ നേതാവിനെ സംരക്ഷിക്കാനും സഹായിക്കാനും അല്ലേ ചോദിച്ചത്? ആരാണ് പ്രതിപക്ഷ നേതാവ്? നിങ്ങളല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്തിരിക്കുകയാണ്, അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്. ഒരിക്കലും വെല്ലിൽ ആൾ നിൽക്കുമ്പോൾ മൈക്ക് കൊടുക്കാറില്ല. അപ്പോൾ ഇവർ തിരിച്ചു പോകുമെന്ന പ്രതീക്ഷയിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കൊടുത്തു, സംസാരിച്ചു തുടങ്ങിയപ്പോഴും ഇദ്ദേഹം പോകുന്നില്ല. അപ്പം അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല.